നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് യൂറിക് ആസിഡിനെ കുറിച്ചിട്ടുള്ളതാണ്. എത്ര ഉയർന്ന അളവിലുള്ള യൂറിക് ആസിഡ് ആണെന്നുണ്ടെങ്കിലും ഇത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആയുർവേദ കൂട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ഒരു 14 ദിവസം നിങ്ങൾ ഈ പറയുന്ന അളവുകളിൽ പറയുന്ന രീതികളിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര ഉയർന്നിട്ടുള്ള യൂറിക് ആസിഡ് ലെവൽ ആണെന്നുണ്ടെങ്കിലും കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്, ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് യൂറിക് ആസിഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട എന്നുള്ളതും കൂടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. എന്താണ് യൂറിക് ആസിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുന്ന സമയത്ത് ഇത് ഭക്ഷണ വിഘടന സമയത്ത് ഉണ്ടാവുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് ഈ ഒരു യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ കിഡ്നി വഴി അരിച്ചെടുത്ത് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയാണ്. ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു മെറ്റബോളിക് ആക്ടിവിറ്റിയാണ്. എന്നാൽ ഉയർന്ന അളവിൽ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നതിലൂടെ ഉയർന്ന അളവിൽ പ്യൂരിൻ വരുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് റെഡ് മീറ്റുകളാണ്. മട്ടൻ, പോർക്ക്, ബീഫ് മുതലായിട്ടുള്ള റെഡ് മീറ്റുകൾ അമിതമായിട്ട് കഴിക്കുന്നവർ, മുട്ട, അതുപോലെ പയർ വർഗ്ഗങ്ങളൊക്കെ തന്നെ, പരിപ്പ് തുടങ്ങിയിട്ടുള്ളവയിലൊക്കെ തന്നെ ഉയർന്ന അളവിൽ പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട്. ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ അമിതമായിട്ട് കഴിക്കുന്ന സമയത്ത് ഇത് നമ്മൾ ആ ഒരു ടൈമിൽ പ്രോപ്പറായിട്ട് വെള്ളവും കൂടി കുടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ഫിൽട്രേഷൻ നടക്കാതെ വരികയാണ് ചെയ്യുന്നത്. ഈ ഉയർന്ന അളവിലുള്ള യൂറിക് ആസിഡ് നമ്മുടെ ബ്ലഡിലേക്ക് അമിതമായിട്ട് വരികയും ബ്ലഡിലൂടെ ഇത് നമ്മുടെ എല്ലുകളുടെ ഭാഗത്ത് അല്ലെങ്കിൽ എല്ലുകളിലൊക്കെ തന്നെ ഇതിൽ ഒരു ക്രിസ്റ്റൽ ലൈക്ക് ഫോർമേഷൻ പോലെ അത് പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ വേദനകൾ വരാൻ വേണ്ടിയിട്ടും ആ ഒരു ഭാഗത്ത് നീർക്കെട്ടുകൾ വരുത്തുകയാണ് ഈ ഒരു യൂറിക് ആസിഡ് ഉയർന്ന അളവിലായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരീരം കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും വേദനയാണ്. നമുക്ക് കാലുകൾക്ക്, പ്രത്യേകിച്ച് കാൽഭാഗത്തും കാൽപാദത്തിൻ്റെ വിരൽ ഭാഗങ്ങളിലും ഒക്കെ തന്നെ അമിതമായിട്ട് വേദനകൾ വരിക. ഇത് എപ്പോഴും എന്നുള്ള രീതിയിൽ അല്ലെ കുറേ സമയം ഈ വേദന നമുക്ക് നീണ്ടു നിൽക്കുക, അതിനുശേഷം ഈ ഒരു വേദന നമുക്ക് മറ്റ് ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആകുന്നത് പോലെയുള്ള തോന്നലുണ്ടാവുക. അതായത് മുട്ടിൻ്റെ ഭാഗത്തേക്ക്, നടുവിലേക്ക് ഒക്കെ തന്നെ ഈ ഒരു വേദന മാറ്റം വരിക. കൈകളിലേക്ക്, കൈവിരലുകളിലേക്കൊക്കെ തന്നെ, അല്ലെങ്കിൽ ഒരു കാര്യം പിടിക്കണമെങ്കിലൊക്കെ തന്നെ ഭയങ്കര വേദനയായിട്ടുണ്ടെങ്കിൽ യൂറിക് ആസിഡ് ഉയർന്ന അളവിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന യൂറിൻ ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഇൻഫെക്ഷൻ വന്നു പോയി 1 മാസമോ അല്ലെങ്കിൽ 2 മാസം ആവുന്നതിന് മുന്നേ ആയിട്ടും അടുത്ത വീണ്ടും യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ മൂലം ഈ ഒരു ഇൻഫെക്ഷൻസ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ കാരണമാവുന്നതാണ്. എപ്പോഴും ഒരു ഉള്ളിൽ പനി വരുന്ന ഒരു ഫീല് നിങ്ങൾക്ക് ശരീരത്തിൽ തോന്നുന്നുണ്ടെങ്കിലും യൂറിക് ആസിഡ് ലെവൽ ഉയരുന്നുണ്ട് എന്ന് കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഇവയൊക്കെ തന്നെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉയരുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഒപ്പം തന്നെ നമ്മുടെ അമിതമായിട്ട് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കോള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അമിതമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അവരുടെ ശരീരത്തിൽ ഈ പ്യൂരിൻ്റെ അളവ് കൂടാനായിട്ട് ഏറെ സാധ്യതകളാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഫാസ്റ്റ് ഫുഡ് അമിതമായിട്ട് കഴിക്കുന്നവർ, അതുപോലെ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, ട്രാൻസ് ഫാറ്റ് അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിലൂടെ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഉയരാൻ കാരണമാവുന്നവയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങൾ ചെറിയ അളവിൽ കുറച്ചിട്ട് നല്ല പച്ചക്കറികൾ, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും യൂറിക് ആസിഡിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇത് മറ്റു മെഡിസിൻസിൻ്റെ കാര്യങ്ങളുടെ ഒക്കെ തന്നെ, അല്ലെങ്കിൽ മെഡിസിൻസിനെ ആശ്രയിക്കുന്നതിനപ്പുറമായിട്ട് നമ്മൾ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് വഴിയും നല്ല ഭക്ഷണത്തിലൂടെയും അതുപോലെ തന്നെ ചില ആയുർവേദിക് പാനീയങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ യൂറിക് ആസിഡ് ലെവലിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാനും നോർമലാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാനീയത്തിനെ പരിചയപ്പെടുത്താം. ഇതിന് 5 ഇൻഗ്രീഡിയൻസുകളാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ഞെരിഞ്ഞിൽ, അഥവാ സംസ്കൃതത്തിൽ ഇതിനെ ഗോക്ഷൂര എന്ന് പറയും. ആയുർവേദത്തിലെ ഡയൂററ്റിക് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുകയും ശരീരത്തിലെ നീർക്കെട്ട്, വേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അമിതമായിട്ട് വരുന്ന നീർക്കെട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ അല്ലെങ്കിൽ ടോക്സിൻസിനെ ഒക്കെ തന്നെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പലതരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട്. അതായത് ഗുഗുലു അല്ലെങ്കിൽ ഗുളിക രൂപത്തിലുള്ളതുണ്ട്, അതുപോലെ കഷായ രൂപത്തിൽ ഗോക്ഷൂരാദി കഷായമുണ്ട്, ഗോക്ഷൂര ചൂർണമുണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ നമ്മൾ ആയുർവേദത്തിൽ പ്രയോഗിച്ചു പോരുന്നതാണ്. ഇത് ഏത് അങ്ങാടിക്കടകളിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഞെരിഞ്ഞിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ്. രണ്ടാമത് ഈ കൂടിനകത്തേക്ക് ആവശ്യം ഉലുവയാണ്. അപ്പോൾ ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ വേദനകൾ, ശരീരത്തിൽ അമിതമായിട്ടുള്ള വേദനകൾ, അതുപോലെ സ്റ്റിഫ്നെസ് ഉണ്ടാവുമല്ലോ, നമുക്കൊരു പിടുത്തം ഉണ്ടാവും.
അങ്ങനെയുള്ള പിടുത്തം അല്ല വേദനയോട് കൂടിയിട്ടുള്ള നീർക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഉലുവ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. മൂന്നാമത് വരുന്നത് അയമോദകമാണ്. ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവ അകറ്റാൻ ഏറ്റവും ഗുണകരമാണ്. നാലാമത് കറുവപ്പട്ടയാണ്. ഒരു കഷ്ണം കറുവപ്പട്ടയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നമ്മുടെ ഉള്ളിലെ ഫാറ്റിനെ ഇല്ലാതാക്കാനായിട്ടുള്ള ഫാറ്റ് ഉരുക്കി കളയാൻ ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അഞ്ചാമത് ഉപയോഗിക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ പ്രതിരോധ ശക്തിനെ ഉയർത്താൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുണ്ടാവുന്ന നീർക്കെട്ടുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഞെരിഞ്ഞിലും ഉലുവയും എന്ന് പറയുന്നത് 1/2 ടീസ്പൂൺ വീതം എടുക്കേണ്ടതാണ്. ഞെരിഞ്ഞിൽ നിങ്ങൾക്ക് അങ്ങാടി കടകളിൽ കിട്ടുന്നതാണ്, ആയുർവേദ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമ്മൾ ഒരു 50 ഗ്രാം ഞെരിഞ്ഞിൽ വാങ്ങിച്ചതിന് ശേഷം അതിനകത്ത് നിന്ന് ഏകദേശം 1/2 സ്പൂൺ അളവായിട്ടുള്ള ഞെരിഞ്ഞിലെടുത്ത് ഒന്ന് ചതച്ചതിന് ശേഷം തലേ ദിവസം കുറച്ച് വെള്ളത്തിൽ നമ്മളത് സോക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ കുതിർത്ത് വെക്കേണ്ടതാണ്. ഈ കുതിർക്കുന്ന കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ അളവായിട്ടുള്ള ഉലുവയും ഒന്ന് കഴുകിയതിന് ശേഷം ഇതിൽ ഈ ഒരു വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഞെരിഞ്ഞിലും ഉലുവയും കൂടിയിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ഞെരിഞ്ഞിലും ഉലുവയും ആ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളവും കൂടിയിട്ട് ആഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏകദേശം മൊത്തത്തിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ ആ 1.5 ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് ഈ ഇൻഗ്രീഡിയൻസുകൾ ഇട്ടിട്ട് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, അതുപോലെ ഒരു 1/4 സ്പൂൺ അളവായിട്ടുള്ള അയമോദകം ഇടുക. അതുപോലെ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കേണ്ടതാണ്. ഇവയെല്ലാം കൂടി നല്ല രീതിയിൽ തിളച്ച് ഏകദേശം 3/4 ഗ്ലാസ് ആകുന്നിടം വരെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് അരിച്ചെടുത്ത് ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ കുടിക്കേണ്ടതാണ്. അതായത് നമ്മൾ ചൂട് മൊത്തം ആറിയതിനു ശേഷം കുടിക്കുക എന്നുള്ളതല്ല, ചെറു ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഇത് രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. ഇങ്ങനെ നിങ്ങളൊരു 14 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ തന്നെ വരുന്നതാണ്. ഒരുപാട് മാറ്റം തന്നിട്ടുള്ള ഒരു റെമഡിയാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞെരിഞ്ഞിൽ പൊടിച്ചിട്ടുള്ള പൊടി മാത്രമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞെരിഞ്ഞിൽ തന്നെ ഒരു 100 ഗ്രാം വാങ്ങുക. എന്നിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഇത് വെയിലത്ത് വെച്ച് നല്ല രീതിയിൽ ഉണക്കിയെടുക്കുക. അതിനുശേഷം ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത പൊടി ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ, ഗ്ലാസിൻ്റെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക. അതിൽ നിന്നും എല്ലാ ദിവസവും നമ്മൾ രാവിലെ വെറും വയറ്റിൽ 1/2 ടീസ്പൂൺ വീതമായിട്ടുള്ള ഞെരിഞ്ഞിലിൻ്റെ പൊടി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് രാവിലെ കുടിക്കുന്നതും ഏറ്റവും ഗുണകരമാണ്. ഇതും നമ്മുടെ യൂറിക് ആസിഡ് നോർമലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഉള്ളിലുള്ള ടോക്സിൻസ് ഒക്കെ തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് തഴുതാമയുടെ ഇല കൊണ്ട് നമുക്ക് തോരൻ വെച്ചിട്ടോ ഉപ്പേരി വെച്ചിട്ടൊക്കെ കഴിക്കുന്നതും ഇതേ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമാണ്. ഭക്ഷണത്തിൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും വെള്ളം കുടിക്കുന്ന സമയത്ത് കുറച്ച് ചൂടോട് കൂടിയിട്ട് കുടിക്കുകയാണെങ്കിൽ അത്രയും എഫക്റ്റാണ്. നമുക്ക് ഈ ഒരു മാലിന്യങ്ങളൊക്കെ തന്നെ പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ടും വേദനകളും നീർക്കെട്ടുകൾ അകറ്റാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും വ്യത്യാസം മനസ്സിലാവുന്നതാണ്. ഇനി ഈ ഒരു കൂട്ടിനെ പറ്റിയിട്ടോ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം. നന്ദി.